കാഞ്ഞങ്ങാട് ചെമ്മട്ടംവയൽ കാലിച്ചാറടക്കം റോഡിലെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്ക് പ്രദേശവാസികളെ ദുരിതത്തിൽ തളച്ചിടുന്നു. മഴക്കാലം അടുത്തിരിക്കെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ആധിയിലാണ് ഇവരിപ്പോൾ. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ചെമ്മട്ടംവയൽ കാലിച്ചാറടക്കം റോഡിലെ കുറ്റിക്കാൽ ഭാഗത്തെ 230 മീറ്റർ ദൂരമാണ് പുനർനിർമ്മിക്കുന്നത്. താഴ്ന്നു കിടക്കുന്ന ഈ ഭാഗത്ത് മഴക്കാലമായാൽ വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും കടന്നുപോകാൻ കഴിയാത്ത വിധം വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. ഇതിനുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിൽ അരികുകൾ കെട്ടി റോഡിന്റെ ഉയരം കൂട്ടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.5 കോടി രൂപയുടേതാണ് പദ്ധതി. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി 20 മുതൽ ഏപ്രിൽ 19 വരെ ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു. എന്നിട്ടും പണി പൂർത്തീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതുമൂലം പ്രദേശവാസികളും മറ്റ് യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മഴക്കാലമെത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്നത് സുനിശ്ചിതമാണ്. സ്കൂളുകൾ തുറന്നാൽ ബല്ല ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലേക്കും മടിക്കൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലേക്കും കുട്ടികൾ എങ്ങനെ പോകുമെന്ന ആശങ്ക രക്ഷിതാക്കളെ വല്ലാതെ അലട്ടുന്നുണ്ട്. മാത്രമല്ല, ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നവരെയും പ്രശ്നം സാരമായി ബാധിക്കുന്നു. അതിനിടെ അശ്രദ്ധയോടെയുള്ള പ്രവൃത്തി മൂലം പൈപ്പ് ലൈൻ പൊട്ടിയതിനാൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പരിഹരിക്കാൻ പോലും ആരും മെനക്കെട്ടിട്ടില്ല. ഈയൊരു സാഹചര്യത്തിൽ എത്രയും വേഗം ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരവുമായി രംഗത്തിറങ്ങുമെന്നും നഗരസഭാ ചെയർമാൻ BV രമേശൻ ബന്ധപ്പെട്ട അധികാരികൾക്കും കരാറുകാരനും മുന്നറിയിപ്പ് നൽകി. മഴയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കണം എന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശിച്ചതെങ്കിലും ഇതുവരെയും പണി പൂർത്തീകരിക്കാത്ത മെല്ലെ പോക്കാണ് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 9ഓളം വാർഡുകളിൽ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് പലരും ഉപയോഗിക്കുന്നത്. റോഡ് പണിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ മടിക്കയിൽ നിന്ന് വരുന്ന ജലസ്രോതസ് അവിടെ പണിയുടെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൂർണ്ണമായും പൊട്ടിയതിനാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടായത്. പണിയുടെ മെല്ലെപ്പോക്കിൻ്റെ ഭാഗമായി 2 ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലുള്ള ഒരു ശീതസമരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. എന്നാൽ 2 ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറെ തന്നെ സ്ഥലത്ത് വരുത്തിച്ച് കാര്യങ്ങൾ എത്രയും വേഗം അത് ശരിയാക്കാൻ ആവശ്യമായ ഇടപെടൽ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളം ഇപ്പോൾ മുനിസിപ്പാലിറ്റി തന്നെ ലോറിയിൽ കൊണ്ടുപോയി വെള്ളം കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് മുതൽ അമ്പലത്തുകര വരെയുള്ള 3 കിലോമീറ്റർ പരിധിയിലെ യാത്രക്കാർക്ക് ബസ് സൗകര്യം ലഭിക്കുന്നില്ല. ഇതുവഴി മടിക്കൈ പൂത്തക്കാലേക്കും നീലേശ്വരം ഭാഗത്തേക്കും പോയിക്കൊണ്ടിരുന്ന ബസ്സുകൾ മാസങ്ങളായി കല്യാൺ റോഡ് ഏച്ചിക്കാനം വഴിയാണ് സർവീസ് നടത്തുന്നത്. വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ട് ഇനിയെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് പണി പൂർത്തീകരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസ്ഥ കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരുമെല്ലാം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.